വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ദൈവകൃപ നിറഞ്ഞവർ എന്നതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏറെ പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടനുമായി സംസാരിക്കാനിടയായി. ജീവിതത്തിൽ ഒരുപാട് തിക്ത അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗൃഹനാഥനാണ് ഞാൻ സംസാരിക്കാനിടയായത്. ഭാര്യ അല്പം പോലും പ്രാർത്ഥനാ ജീവിതം നയിക്കാത്ത ഒരു വ്യക്തിയാണ്. 3 മക്കളുണ്ട്. അതിലൊരാൾ നന്നായിട്ട് പ്രാർത്ഥിക്കും. ബാക്കി 2 പേരും അമ്മ പോകുന്ന അതേ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നു. സഭയുമായോ സഭയുടെ ആചാരങ്ങളുമായോ ഒന്നും വലിയ അടുത്ത് ഇടപഴകാതെ നിൽക്കുന്ന ഗൃഹനാഥയും 2 കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഗൃഹനാഥനുമായിട്ടാണ് സംസാരിക്കാനിടയായത്. യാദൃച്ഛിക സംസാരിക്കാനിടയായതാണ്. അപ്പോൾ കുറെ ഏറെ കാര്യങ്ങൾ പറയാനിടയായി, ചർച്ച ചെയ്യാനും ഇടയായി. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ ഡിസ്ക്ലോഷർ നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ആ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ചോദിച്ചു, ഇത്ര തന്മയത്വത്തോടും ലാഘവത്തോടും സൗമ്യതയോടും കൂടി എങ്ങനെയാണ് പെരുമാറാൻ സാധിക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതം തന്നെ കൈവിട്ടു പോകും എന്ന് കരുതിയിരുന്ന ഒരു അവസ്ഥയിൽ 2 ധ്യാനം അടുപ്പിച്ച് കൂടാനിടയായി. വീട്ടിൽ നിന്ന് ഇറങ്ങി നാട് വിട്ടു പോയേക്കാം എന്നുള്ള ചിന്തയിൽ 3 കുഞ്ഞുങ്ങളും ഭാര്യയുമുണ്ട്. യാതൊരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതിയ ഒരു ദിവസം വീട് വിട്ടിറങ്ങാനിടയായി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരാഴ്ച ധ്യാനിച്ചു. കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മുഴുവൻ മാറ്റാനായിട്ട് സാധിച്ചു. വീണ്ടും വീട്ടിലേക്ക് പോരാനുള്ള ഒരു മാനസികമായ ഒരുക്കം ആയില്ല എന്ന കാരണത്താൽ അച്ഛനോട് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ഒരാഴ്ച കൂടെ ഡിവൈൻ കേന്ദ്രത്തിൽ ധ്യാനിക്കാനിടയായി. കുടുംബാംഗങ്ങളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളാനും അവരെ മുറിപ്പെടുത്താതെ തൻ്റെ പ്രാർത്ഥനാ ജീവിതം ഏറെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ചേട്ടന് സാധിച്ചു എന്നതാണ് വാസ്തവം. മാത്രമല്ല, ചെറിയ സുവിശേഷ പ്രഘോഷണ രംഗങ്ങളിലെല്ലാം സാക്ഷ്യം പറയുന്ന വ്യക്തിയായി ഇദ്ദേഹം മാറുകയും ചെയ്തു. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തിൽ നെരിപ്പോടിനുള്ളിൽ കൂടെ കടന്നു പോകുന്ന അനുഭവത്തിൽ കൂടിയാണ് ഇദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഏറെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സാധാരണ ഒരാൾക്ക് ചിന്തിച്ചാലും മനസ്സിലാക്കാൻ ശ്രമിച്ചാലും സാധിക്കാത്ത അത്ര ദൈവ കൃപ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്ന്. ഞാൻ 2ാമത് ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചു, വലിയ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചേട്ടാ ഈ രീതിയിലൊക്കെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ പറ്റി ചിന്തിക്കാനും പറയാനും സാധിക്കുകയുള്ളൂ? അദ്ദേഹം പൂർണ്ണമായും ശാന്തനാണ്. എത്ര വേദനിപ്പിക്കുന്ന കാര്യം പറഞ്ഞാലും
സദാ ഒരു ചെറു പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് എന്നതാണ് സത്യം. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഏറെ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറെ ഉൾക്കാഴ്ച, ദൈവിക ജ്ഞാനം പകർന്നു നൽകിയ ഒരു സംസാരമായിരുന്നു അന്ന് നടന്നത്. തീർച്ചയായും ദൈവകൃപയുള്ള വ്യക്തികളെ നാം നോക്കിയാൽ, അവരുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങളാണ്, ദൈവം എടുത്തുപയോഗിക്കുന്ന വ്യക്തികളാണ്. ഏറെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും വളരെ കൂളായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വചനമാണ്. ക്രിസ്മസ് കടന്നു പോയെങ്കിലും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഞാൻ ഈ ഒരു ചേട്ടനുമായിട്ടുള്ള സംസാരവും കൂടെ കൂട്ടിച്ചിന്തിച്ചപ്പോൾ, ദൈവകൃപ നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാനും നേരിടാനും സാധിക്കും എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവകൃപയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വചനങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. മേൽപ്പറഞ്ഞ ചേട്ടനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ ചേട്ടൻ്റെ ഭാര്യ വേറൊരാളുമായി സ്നേഹബന്ധത്തിലാകുകയും ചേട്ടന് മനസ്സിലായെങ്കിലും കളിപ്പിക്കുന്ന രീതിയിൽ ഏകദേശം ഒരാഴ്ചയോളം കേരളത്തിന് വെളിയിൽ പോയി താമസിക്കുകയും ചെയ്തു. ചേട്ടന് മനസ്സിലായെങ്കിലും ചേട്ടൻ അതിൽ ഇടപെടാൻ പോയില്ല. ഒരാഴ്ച കഴിഞ്ഞ് വേറെ ഒരു ന്യായവും പറഞ്ഞ് തിരിച്ചു വന്ന ഭാര്യയെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും, എന്നാൽ അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം ചേട്ടനെ ഏറെ ഇങ്ങനെ കളിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം വന്നപ്പോൾ, നീ എവിടെയായിരുന്നെന്നും എന്തിനാണ് പോയതെന്നും പൂർണ്ണമായും എനിക്ക് മനസ്സിലായി. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നീ ദൈവത്തിലേക്കും ദൈവവിശ്വാസത്തിലേക്കും കടന്നു വരണം എന്നാണ്. ഈ ഒരു വിവരം ഏറെ ക്ഷമയോടും ഒട്ടും പ്രകോപനവും ഇല്ലാതെ പറയാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഈ ചേട്ടൻ. എന്തു പറഞ്ഞാലും പറയും, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് എന്നെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ലോകത്തിൻ്റെ മുമ്പിൽ ഏറെ അപമാനിതനായി, അവഹേളിക്കപ്പെട്ട വ്യക്തിയായി, കഴിവില്ലാത്തവനായി ചിത്രീകരിക്കപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവനായി നിലകൊള്ളുന്ന ചേട്ടനെയാണ് ആ സംസാരത്തിലുടനീളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം പേർ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഏറെ ശാന്തതയോടെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകാം. അതുകൊണ്ട് ദൈവകൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഞാനിന്നിവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ ഇതെൻ്റെ യോഗ്യതയാലോ എൻ്റെ കഴിവുകളാലോ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ദയ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്ന അനുഗ്രഹമാണ്. ഏതാനും വചനങ്ങളിൽ കൂടെ നമുക്ക് കടന്നു പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ അമ്മ ദൈവ കൃപ നിറഞ്ഞവളെ എന്ന് മാലാഖയാൽ അഭിസംബോധന ചെയ്യപ്പെട്ട വ്യക്തിയാണ്. മാതാവിൻ്റെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി ബൈബിളിലുടനീളം നാം ചിന്തിച്ചാൽ
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവകൃപ നിറഞ്ഞവളാണ്. മനുഷ്യൻ്റെതായിട്ടുള്ള യാതൊരു സ്വഭാവ ഗുണങ്ങളും അമ്മയിൽ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. നമുക്ക് ഈ വചനങ്ങളിൽ കൂടി ഒന്ന് കടന്നു പോകാം. പ്രഭാഷകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല, ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ദൈവത്തിന്റെ കൃപയാൽ നിറഞ്ഞവർക്ക് സദാ ഐശ്വര്യമായിരിക്കും. കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് ലോകത്തിന് തോന്നിയാലും എല്ലാവർക്കും ഉള്ളിൽ തോന്നുന്നതിനേക്കാളേറെ സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. അടുത്ത ഒരു വചനം ഇങ്ങനെ പറയുന്നു, 1 കൊരിന്തോസ് 15-ാം അധ്യായം 10-ാമത്തെ തിരുവചനം: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചേട്ടൻ പറഞ്ഞ അതേ വചനം. ദൈവകൃപ ലഭിച്ചവർ അധ്വാനിക്കുന്നത് ദൈവകൃപയാൽ തന്നെയാണ്. അതുകൊണ്ട് നാം എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന തിരിച്ചറിവ് എന്ന് ലഭിക്കുന്നുവോ അന്ന് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായി കൂടുതൽ ശാന്തതയോടും സമാധാനത്തോടെയും പെരുമാറാൻ നമുക്കാവും എന്നതാണ് സത്യം. അടുത്ത ഒരു വചനം ഇങ്ങനെ പറയുന്നു, 2 കൊരിന്തോസ് 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം: ഞങ്ങൾ ലോകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ് സാധിച്ചത്. ഒരു വ്യക്തി വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിക്കുന്നെങ്കിൽ അത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ് എന്നതാണ് സത്യം. നമുക്ക് ദൈവകൃപ നിറഞ്ഞവരായാൽ തീർച്ചയായിട്ടും പിന്നെ വിശുദ്ധിയിലും പരമാർത്ഥതയിലും മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്താഗതികൾ ഒരിക്കലും നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കുകയില്ല എന്നതാണ് വാസ്തവം. ലോകത്തിന് മുമ്പിൽ ഏറെ കഷ്ടപ്പാടും വേദനയും അവഹേളിക്കപ്പെട്ട് അപമാനിതരായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എന്ന് തോന്നുമെങ്കിലും ദൈവത്തിൽ ആനന്ദിക്കുന്നവരായി അവർ കാണപ്പെടും എന്നതാണ് സത്യം. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, 2 കൊരിന്തോസ് 4-ാമത്തെ അധ്യായം 1-ാം തിരുവചനം: ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. ദൈവത്തിനു വേണ്ടി ഏതൊരു എളിയ ശുശ്രൂഷയും നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ ദൈവകൃപയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് സത്യം. ഞാൻ പല സുവിശേഷം പങ്കുവയ്ക്കുന്നവരോട് സംസാരിക്കാറുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി എളിമയോടെ നിന്നു കൊടുക്കുന്നവരെ ദൈവം എടുത്തുപയോഗിക്കും എന്നതാണ്. ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാക്കി എന്ന് നാം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നു, നമ്മളുടെ അശുദ്ധിയും പോരായ്മയും ബലഹീനതയും ഒക്കെ കർത്താവ് ഏറ്റെടുക്കും എന്നതാണ് എൻ്റെ തന്നെ ജീവിതാനുഭവം. ഏറെ ബലഹീനതകളും പോരായ്മകളും ഒക്കെയുള്ള വ്യക്തികളാണെങ്കിലും ദൈവമേ ബലഹീനയാണ്, പാപിയാണ്, എങ്കിലും ഒരു ഉപകരണമായി നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് എടുത്തുപയോഗിക്കുന്നത് നേരിട്ട് അനുഭവപ്പെടാറുണ്ട്. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, എഫേസോസ് 3:2 തിരുവചനം: പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോസ്തലന്മാർ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായി നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപ മനുഷ്യരിലേക്ക്
ഒഴുക്കപ്പെടുന്ന മാധ്യമങ്ങളായി, ചാലക ശക്തികളായി ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. വേറൊരു വചനം ഇങ്ങനെ പറയുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 15-ാം തിരുവചനം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന പല ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. എളിമയോടെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ ആ അവസരങ്ങളെല്ലാം നമ്മൾക്ക് ഒഴിവായി കിട്ടും എന്നതാണ് വാസ്തവം. മനുഷ്യ സാധാരണമായ പ്രലോഭനം നേരിടേണ്ടി വരുന്ന ആളുകളാണല്ലോ എല്ലാവരും. എന്നാൽ അതിൽ വീഴാതിരിക്കാൻ നമുക്ക് വേണ്ടത് ദൈവകൃപയാണ്, ദൈവത്തോടുള്ള ചേർന്ന് നിൽപ്പാണ്. തീർച്ചയായും വിദ്വേഷം, വെറുപ്പ് തുടങ്ങിയ മാനുഷികമായിട്ടുള്ള പല പോരായ്മകളും നീക്കിക്കളയാൻ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സദാ ദൈവകൃപ നിറഞ്ഞിരിക്കുന്ന വ്യക്തികളായി നാം മാറുന്നു. ഒരു പ്രശസ്ത ധ്യാനഗുരു ഒരു പ്രസംഗത്തിൽ പങ്കുവച്ച ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ആരോടെങ്കിലും നമ്മൾക്ക് അല്പമൊന്ന് കോപിക്കേണ്ടി വന്നാൽ ആ വ്യക്തികളെ സമർപ്പിച്ച് വൈകുന്നേരങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അവരോടുള്ള വെറുപ്പും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്നാൽ തീർച്ചയായും ദൈവകൃപ നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയായിരിക്കും. തീർച്ചയായും നമ്മളെ ദ്രോഹിക്കുന്നവരോടും ദ്വേഷിക്കുന്നവരോടും ഒക്കെ കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ തീർച്ചയായും നഷ്ടപ്പെട്ട ദൈവകൃപ നമുക്ക് ലഭിക്കും എന്നതാണ് വാസ്തവം. നീ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും ആ ഒരവസ്ഥയും സമർപ്പിച്ച് കർത്താവെ അങ്ങേ കൃപയാൽ ഇന്നയാളോട് ക്ഷമിക്കാനും ആ വിദ്വേഷം അങ്ങ് മറന്നു കളയാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥതയോടെയുള്ള പ്രാർത്ഥനയാണെങ്കിൽ തീർച്ചയായും ദൈവം അതിനുള്ള കൃപ കൂടെ നമ്മളിലേക്ക് വർഷിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു. 1 കൊരിന്തോസ് 3-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുത്തൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കട്ടെ. നമുക്കെല്ലാവർക്കും അടിസ്ഥാനമായി ഒരു ദൈവകൃപ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അതിൽ നാം ഗൗരവമായി ആലോചിച്ച് പണിത് ആ കൃപ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. ദൈവകൃപ നഷ്ടപ്പെടാൻ വളരെ എളുപ്പമാണ്. ലോകത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം എല്ലാവരും ഇറങ്ങേണ്ടതായി വരും. ഈശോ മിശിഹ തന്നെ 40 ദിവസം ഉപവാസത്തിന് ശേഷം വലിയ പരീക്ഷകളിലൂടെ കടന്നുപോയല്ലോ. ദൈവത്തിൻ്റെ കൃപയാൽ ലോകത്തിലെ വിവിധ പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി നാം നേടിയെടുക്കുക തന്നെ വേണം. മറ്റൊരു ചെറിയ അനുഭവം കൂടെ ഈ സമയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് നവീകരണത്തിലേക്കൊക്കെ കടന്നു വന്ന സമയത്ത് എന്നെ ഏറെ സഹായിച്ചിരുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന, തീപ്പരി പോലെ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സഹോദരി 3 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ പറയുകയുണ്ടായി, പ്രാർത്ഥിക്കാനേ സാധിക്കാറില്ല, പഴയ തീഷ്ണതയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഏകാഗ്രത ലഭിക്കാറില്ല, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുഴുകാൻ സാധിക്കാറുമില്ല. ചേച്ചിയുമായി ഏകദേശം അരമണിക്കൂറോളം സംസാരിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. 2-3 പഠിക്കുന്ന കുട്ടികളെ ഉപദേശിക്കാനും അവരുടെ പാപകരമായ ജീവിതത്തിൽ നിന്ന് അവരെ പിന്തിരിയിപ്പിക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സമയത്ത്
ആ കുട്ടികളെ നേടിയെടുക്കാനായി ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ കുറച്ചു നാള് പ്രവർത്തിക്കാനിടയായി. പ്രാർത്ഥനയേക്കാൾ ഉപരി പ്രവർത്തനമാണ് വലുത് എന്ന ലോകതത്വം ഈ കുട്ടികളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാനിടയായപ്പോൾ സാമൂഹ്യ സേവനത്തിനായി ഇറങ്ങി പുറപ്പെടുകയാണ് ഉണ്ടായത്. ലോകത്തിന്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഉപേക്ഷിക്കുകയും മനുഷ്യ സേവയാണല്ലോ ദൈവത്തെ സേവിക്കുന്നതിൽ മുഖ്യം എന്ന് കരുതി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ എപ്പോഴോ പ്രാർത്ഥന ജീവിതത്തിന് തടസ്സം നേരിട്ടു. പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്താ, പ്രവർത്തനമല്ലേ വലുത് എന്നുള്ള സ്വയം ന്യായീകരണം അതിരു കടന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തുലോം ചുരുങ്ങാനിടയായി. രാവിലെ മുതൽ ഏറെ വൈകി വരെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ആലോചന ചോദിച്ച് ഇറങ്ങി പുറപ്പെടാത്ത ഓരോ സേവനവും ദൈവകൃപ നഷ്ടപ്പെടാൻ കാരണമാകും എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ആ ചേച്ചി എന്നോട് 3 വർഷങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച കാര്യമുണ്ട്. എത്ര എളുപ്പമായിട്ടാണ് ദൈവകൃപ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. അത് തിരിച്ചു പിടിക്കാൻ ഏറെ പണിപ്പെട്ടെങ്കിലും ഇപ്പോഴും സാധിക്കുന്നില്ല. തീർച്ചയായും ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. തീക്കട്ട ചാരം മൂടി കിടന്നാലും ചെറുതായിട്ടൊന്ന് കാറ്റടിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചാൽ ആ കനൽ വീണ്ടും ജ്വലിക്കുക തന്നെ ചെയ്യും. കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ദൈവമേ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ബലഹീനപാത്രമായ എന്നെയും തീക്കട്ടയായ അങ്ങയോട് ചേർത്ത് നിർത്തിയാൽ എനിക്കും ജ്വലിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും ദൈവകൃപ നഷ്ടപ്പെടാവുന്ന അവസരങ്ങളിൽ നിന്ന് നമ്മെ ദൈവം തന്നെ വീണ്ടെടുത്ത് തൻ്റെ ഉപകരണങ്ങളാക്കി വീണ്ടും ഉപയോഗിക്കും എന്നതിൽ സംശയമില്ല. അവൻ വീണേക്കാം, എന്നാൽ മാരകമായിരിക്കില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നാണല്ലോ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരും ദൈവഹിതം അറിഞ്ഞു പെരുമാറുന്നവരും ആണെങ്കിലും എന്തൊക്കെയോ കാരണവശാൽ ഇപ്പോൾ അത് സാധിക്കുന്നില്ലെങ്കിൽ ദൈവകൃപയാൽ നിറയേണ്ട ഒരു അവസരമാക്കി നമുക്ക് മാറ്റാം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഞാൻ അധ്വാനിക്കുന്നത് ഞാൻ സ്വന്തമായിട്ടല്ല, എൻ്റെ യോഗ്യതകളാലും കഴിവുകളാലുമല്ല, മറിച്ച് എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഏറ്റുപറയാനും എന്ന് സാധിക്കുന്നോ അന്ന് ദൈവം എടുത്തുപയോഗിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാൻ സാധിക്കും. തീർച്ചയായും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും എല്ലാം ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവശക്തിക്ക് അതീതമായ യാതൊരു പ്രലോഭനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവകൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വീഞ്ഞിൻ്റെയും ധാന്യത്തിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിനേക്കാളേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണല്ലോ സങ്കീർത്തനം പറയുന്നത്. തീർച്ചയായും ദൈവകൃപയാൽ നിറഞ്ഞ് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അതെല്ലാം കൃപകളാക്കി മാറ്റാനുള്ള ദൈവകൃപയ്ക്കായി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ ചേർന്ന് നിൽക്കുന്നവൻ്റെ മുഖം സദാ പ്രസന്നമായിരിക്കും. കാരണം ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നും ദൈവം എന്നെ നടത്താൻ മതിയായവനാണെന്നും ഉള്ള ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിനെ ഭരിച്ചാൽ പ്രിയപ്പെട്ടവരെ, സദാ സമാധാനവും സന്തോഷവും നിറഞ്ഞവരായി നാം മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. സമാധാനമില്ല
സന്തോഷമില്ല എന്ന് സ്വയം തോന്നുന്നെങ്കിൽ ദൈവകൃപ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത് ത്യജിച്ചും ദൈവകൃപയിൽ വളരാനായി നമുക്ക് ശ്രമിക്കാം. ദൈവത്തോട് കൃപ വർഷിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കട്ടെ. തന്മൂലം നമ്മെ കൊണ്ട് എന്തെല്ലാം ചെയ്യണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നോ അത് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഈ നിമിഷം വരെ ഞങ്ങളുടെ മേൽ വർഷിച്ച എല്ലാ ദൈവകൃപയ്ക്കായും നന്ദിയോടെ സ്തുതിക്കുന്നു. ഈശോയെ, ഈ സമയം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കർത്താവേ, അത് അങ്ങയുടെ ദാനമാണെന്നും ഞങ്ങളല്ല, ഞങ്ങളുടെ യോഗ്യതയോ ഞങ്ങളുടെ പൂർണ്ണതയോ അല്ല, അങ്ങയുടെ ദയയാണ് ഞങ്ങളെ അങ്ങയുടെ പ്രിയ മക്കളാക്കി മാറ്റുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ മക്കൾക്കായി ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരോട് കരുണയായിരിക്കണമേ, അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ കൃപ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവെ, അങ്ങയോട് ചേർന്ന് നിൽക്കാനും സമാധാനത്തോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടെ ദൈവകൃപയാൽ നിറയാനും വേണ്ട കൃപയാൽ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ തീഷ്ണത കുറഞ്ഞ മക്കളെ കർത്താവെ ഏറെ സ്നേഹത്തോടെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കനൽ ചാരം മാറ്റിക്കഴിയുമ്പോൾ കത്തി ജ്വലിക്കുന്ന പോലെ ഈശോയെ, അങ്ങ് ഞങ്ങളിലേക്ക് വർഷിച്ച ദൈവകൃപയെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും കൃപയുടെ ഉടയവനായ അങ്ങയോട് ചേർന്ന് നിന്ന് കൃപയാൽ ജ്വലിക്കുന്നവരായി മാറാനും വേണ്ട അനുഗ്രഹം ഞങ്ങളിൽ ഓരോരുത്തരിലും വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞവളായ പരിശുദ്ധ അമ്മേ, ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ